ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. വൈ ഡു വി നീഡ് ടു ക്ലാസിഫൈ ഓർഗനിസംസ്? നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലേക്ക് ഇടുന്നത്? അപ്പോൾ നമുക്ക് തുടങ്ങുന്നത് വിത്ത് സം എക്സാമ്പിൾസ് ആവാം. ദിസ് ക്രീച്ചർ, ഇതിനെ നമ്മൾ പറയാ സിൽവർ ഫിഷ് എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതൊരു ഫിഷ് അല്ല, ഓബ്വിയസ്ലി ഇതൊരു ഫിഷ് അല്ല, ഒരു മീനല്ല. ആൻഡ് ഇത് ഒരു അക്വാറ്റിക് ആനിമലും അല്ല. യു വിൽ നോട്ട് ഫൈൻഡ് ദിസ് ഇൻ വാട്ടർ. ഇത് നമ്മളൊരു പോണ്ടിലോ അല്ലെങ്കിൽ ഒരു സ്ട്രീമിലോ പുഴയിലോ കാണുന്ന ഒരു ജീവിയല്ല. ഇത് മോസ്റ്റ് ഓഫൺ പഴയ വീടുകളിൽ, പഴയ ബുക്സിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പക്ഷെ ഇതിനെ പേരിട്ടോക്കുന്നതാണ് സിൽവർ ഫിഷ്. അങ്ങനെ തന്നെ ഞാൻ ഈ വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ, നിങ്ങൾ ഐദർ ഒരു ഫോണിന്റെ പ്രോസസ്സറിനെ പറ്റിയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും തരം നമ്മളുടെ ഒരു പല്ലിയോ ഉടുമ്പ് പോലത്തെ ഒരു റെപ്റ്റൈലിന്റെ പേരാണെന്ന് നിങ്ങൾ വിചാരിക്കുള്ളൂ. മോസ്റ്റ്ലി ആരും ഇതൊരു ഒരു ഫ്ലവറിന്റെ പേരാണെന്ന് ആരും വിചാരിക്കാൻ പോണില്ല. വേറൊരു എക്സാമ്പിൾ ആണ് ഹെൽ ബെൻഡർ എന്ന് വെച്ചാൽ അതൊരു കോമിക് ബുക്കിലത്തെ വിലന്റെ പേര് പോലെയാണത്, ഹെൽ ബെൻഡർ. പക്ഷെ ഇതെന്താണ്? ഒരു തരം ആംഫിബിയൻ ആണ്, ഒരു തരം സാലമാൻഡറിന്റെ പേരാണ് ഈ ഹെൽ ബെൻഡർ എന്ന് വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ പല എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ട്രേഞ്ച് ടെയിൽഡ് ടൈറന്റ് എന്ന് വെച്ചാൽ, ശരിയാണ്, ടെയിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. എന്തോ ഒരു മൂന്നാമത്തെ ഒരു ചിറക് ഇവിടെ ഒട്ടിച്ചു വെച്ച പോലെ ഇരിക്കേണ്ടത്. പക്ഷെ ഈ ടൈറന്റ് എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വേർഡാണ്. എന്ന് വെച്ചാൽ ഒരു അവർ ഭരിക്കുന്ന ആൾക്കാരുടെ സമ്മതമില്ലാണ്ട് അവരുടെ മേൽ രാജിക്കേണ്ട ഒരു മനുഷ്യനാണ് നമ്മൾ ടൈറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ ഒക്കെ ഈ ഓർഗനിസമിന്റെ പേര് അതിന്റെ ലൈഫ് സ്റ്റൈലോ അതിന്റെ റിയാലിറ്റി, അതിന്റെ ട്രുത്തിന്റെ പറ്റി നമ്മൾക്ക് ഒരു ഇൻഡിക്കേഷനും കൊടുക്കണില്ല. അത് മാത്രമല്ല, ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഒരു സെയിം സാധനത്തിന് ഡിഫറെന്റ് പേരുകളും ഉണ്ടാവാം. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ്. അപ്പൊ റഷ്യയിൽ ഇതിന്റെ പേര് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവാം, ഹിന്ദി ലാംഗ്വേജ് ഇതിന്റെ പേര് വേറെ എന്തെങ്കിലും ആവാം, മലയാളത്തിൽ വേറെ എന്തെങ്കിലും ആവാം. ദീസ് ആർ ഓൾ പ്രോബ്ലംസ്. കാരണം രണ്ട് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്ന് രണ്ടാൾക്കാര് ഒരു ആനിമലിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ they need to have some common ground. എന്ന് വെച്ചാൽ they need to have a system for naming these animals. ഈ ക്രീച്ചേഴ്സിന് പേര് കൊടുക്കാനായിട്ടുള്ള ഒരു സിംഗിൾ സിസ്റ്റം, ഒരു വഴി നമ്മൾക്ക് ഉണ്ടാവണം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഈ സയൻസിന് നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ടാക്സോണമി. എന്ന് വെച്ചാൽ ക്രീച്ചേഴ്സിനെ ഡിഫറെന്റ് കാറ്റഗറീസിലേക്ക് മാറ്റണതിന്റെ ആ സയൻസിന് നമ്മൾ ടാക്സോണമി എന്നാണ് പറയാ. എന്ന് വെച്ചാൽ with millions of diverse living organisms, അപ്പോൾ കോടിക്കണക്കിന് ഡിഫറെന്റ് ക്രീച്ചേഴ്സ് എർത്തിലുണ്ട്. ക്ലാസിഫിക്കേഷൻ ഇസ് എസെൻഷ്യൽ ടു സിസ്റ്റമാറ്റിക്കലി ഐഡന്റിഫൈ ഗ്രൂപ്പ് ആൻഡ് സ്റ്റഡി ദം. അപ്പോൾ നമ്മൾക്ക് ഇവരെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനുള്ളിൽ വേണം ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ. അത് മാത്രമല്ല, ഈ ഓർഗനിസംസിന്റെ പരസ്പരമായിട്ടുള്ള റിലേഷൻഷിപ്സും നമ്മൾക്ക് മനസ്സിലാവണം. ബിക്കോസ് ഓൾ ലൈഫ് ഈസ് കണക്റ്റഡ് ടു ഓൾ അതർ ലൈഫ്. അതും ഒരു ആവശ്യമാണ്. സോ ഇതിന്റെ ഹിസ്റ്ററി എന്താണ്? നമ്മൾ ഈ കാറ്റഗറൈസേഷൻ തുടങ്ങിയത് എങ്ങനെയാണ്? അപ്പോൾ ഓൾഡസ്റ്റ് എക്സാമ്പിൾസ് എന്താണ്? അരിസ്റ്റോട്ടൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയിരുന്നു. അലക്സാണ്ടർ മഹാനെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർ ഇയാളാണ്, അരിസ്റ്റോട്ടൽ ആണ്. സോ ഹി വാസ് എ വെരി ഫേമസ് മാൻ. അപ്പൊ അവരെന്ത് ചെയ്തു? ഹി ഗ്രൂപ്പ്ഡ് ആനിമൽസ് ബൈ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് റെഡ് ബ്ലഡ്. അപ്പൊ അവരുടെ ഒരു ഐഡിയ ആണെന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് ഉള്ള എല്ലാ ആനിമലും പരസ്പരം റിലേറ്റഡ് ആണ്, റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസ് ഒരു ഡിഫറെന്റ് കാറ്റഗറി ആണെന്നാണ്. അത് മാത്രമല്ല, അരിസ്റ്റോട്ടൽ വേറെ വഴികളും കണ്ടുപിടിച്ചു. അപ്പോൾ അവര് ഫ്ലൈയിങ് ക്രീച്ചേഴ്സിനെ വേറൊരു കാറ്റഗറിയിൽ മാറ്റി, ക്രോളിംഗ് ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ നിരങ്ങി പോകുന്ന ജീവികൾക്ക് വേറൊരു കാറ്റഗറി ഉണ്ടാക്കി. പക്ഷെ അതിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. വി വിൽ ഡിസ്കസ് വാട്ട് ദോസ് പ്രോബ്ലംസ് ആർ. അത് കഴിഞ്ഞിട്ട് തിയോഫ്രാസ്റ്റസ് ഡിവൈഡ് ചെയ്തു പ്ലാന്റ്സിനെ എങ്ങനെ ഇൻ ടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. ആൻഡ് ദെൻ ജോൺ റേ എന്ന് വെച്ച് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് സ്പീഷീസ് എന്ന കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഹി ഇൻവെന്റഡ് ദി സയന്റിഫിക് കോൺസെപ്റ്റ് ഓഫ് സ്പീഷീസ്. അപ്പോൾ ഇവരുടെ ഒക്കെ ടെക്നീക്സിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഓൾ ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് ആർ വൺ കാറ്റഗറി. പക്ഷേ വവ്വാലും ഒരു ഫ്ലൈയിങ് ആനിമൽ ആണ്, കാക്കയും ഒരു ഫ്ലൈയിങ് ആനിമൽ ആണ്, നമ്മളുടെ തുമ്പിയും ഒരു ഫ്ലൈയിങ് ആനിമൽ ആണ്. പക്ഷെ നമ്മൾ ആക്ച്വലി ഇവരെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലൈയിങ് ഒഴിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് കോമൺ ആയിട്ട് ഇല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ക്രോ ആൻഡ് ബാറ്റ്, ഒരു ബേർഡും ഒരു മാമലും, ദേ ആർ മോർ റിലേറ്റഡ് ടു അസ്, റൈറ്റ്? അവർക്ക് എല്ലുകളുണ്ട്, അവർക്കുള്ളിൽ എല്ലുകളുണ്ട്, അവർക്ക് ഒരു സ്പൈൻ ഉണ്ട്, റൈറ്റ്? അവർ വെർട്ടിബ്രറ്റ്സ് ആണ്.
they are more closely related to each other than to a dragonfly. ഒരു തുമ്പി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെക്ട് ആണ്. ഈ ഫ്ലൈറ്റ് ഒഴിച്ച് അതിന് പ്രത്യേകിച്ചൊന്നും സിമിലാരിറ്റി ഒരു ബേർഡ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ആനിമൽ ഉണ്ടോ അതിനെ എക്സിസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ ആ കാറ്റഗറി എന്താണ്? അതൊരു നാച്ചുറൽ കാറ്റഗറി അല്ല, അത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ കാറ്റഗറി ആണ്. കാരണം ഈ കാറ്റഗറൈസേഷൻ ഈ ക്രീച്ചേഴ്സിന്റെ പരസ്പരം റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യണില്ല. അങ്ങനെ തന്നെ തിയോഫ്രാസ്റ്റസ് പറഞ്ഞു ട്രീസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, പക്ഷെ ഈ ഡിഫറൻസസും നമുക്ക് ക്ലിയർ അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ടീ ഗാർഡൻ കാണാൻ പോവാണെങ്കിൽ, ഒരു തീയില തോട്ടം കാണാൻ പോവാണെങ്കിൽ അവിടുത്തെ ഷ്രബ്സ് നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് ഷ്രബ്സ് ആണെന്ന് നമ്മൾ കരുതുള്ളൂ. ഈ ടീ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഒരു ഷ്രബ് ആണെന്ന് നമുക്ക് കരുതുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ടീ പ്ലാന്റ്സിനെ വെറുതെ വിടാണെങ്കിൽ ഡെയിലി അതിന്റെ നമ്മൾ ഈ ലീവ്സ് കട്ട് ചെയ്യണില്ലെങ്കിൽ ആ ടീ പ്ലാന്റ് ഒരു വലിയ ട്രീയിലേക്ക് അത് വലുതാവും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു 10-20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള മരത്തിലേക്ക് അത് വലുതാവും. അപ്പൊ അത് ഷ്രബ് ആണോ അതോ ട്രീ ആണോ? അങ്ങനെ തന്നെ നമ്മൾ ബനാന പ്ലാന്റ്സിനെ ട്രീസ് എന്നാണ് പറയാ. എന്ന് വെച്ചാൽ പഴത്തിന്റെ ആ പ്ലാന്റ്സ് നമ്മളൊരു മരമായിട്ടാണ് പറയാ. പക്ഷെ നമ്മൾ ഈ മരം പറയുന്ന സാധനം വെട്ടാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു തരവും വുഡ് നിങ്ങൾ കാണാൻ പോണില്ല. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി വുഡ്. അപ്പോ അത് ഒരു ട്രീ ആണോ? കാരണം ട്രീസിൽ വുഡ് ഉണ്ടാവേണ്ടതല്ലേ, മരം ഉണ്ടാവേണ്ടതല്ലേ, ഒരു മരത്തിൽ മരം ഉണ്ടാവണം. പക്ഷെ നമ്മളുടെ ഈ ബനാന പ്ലാന്റിൽ മരം നിങ്ങൾ തീരെ കാണാൻ പോകണില്ല. സോ ഈ കാറ്റഗറീസ്, നമ്മൾ ഈ ട്രീ എന്ന് പറയുന്ന വേർഡിന് ഒരു ബയോളജിക്കൽ അർത്ഥം ഉണ്ടോ അതോ ഇല്ലയോ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഈ സിസ്റ്റത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് എ ന്യൂ സിസ്റ്റം. ആൻഡ് ദാറ്റ് ന്യൂ സിസ്റ്റം അത് തുടങ്ങുന്നത് എവിടെയാണ്? ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള, ഏറ്റവും ചെറിയതായിട്ടുള്ള കാറ്റഗറി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ആ കാറ്റഗറി എന്താണ്? സ്പീഷീസ്. അപ്പൊ നമുക്ക് നോക്കാം ഈ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കണം. സോ വി ഹാവ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർ ടാക്സ. നമുക്കൊരു എക്സാമ്പിൾ വിചാരിക്കാം. അപ്പോ ഞാൻ ആരാണ്? ഐ ആം എ മലയാളി, റൈറ്റ്? ഐ വാസ് ബോൺ ടു മലയാളി പേരൻസ്. ഐ വാസ് ബോൺ ടു ഇൻ കേരള. എന്റെ ഫാമിലി ഇവിടെ കുറെ നൂറ്റാണ്ടായിട്ട് ഇവിടെ ഉണ്ട്. ഐ സ്പീക്ക് മലയാളം, നോട്ട് വെരി വെൽ, ബട്ട് ഐ സ്പീക്ക് മലയാളം. സോ ഓൾ ഓഫ് ദീസ് പുട്ട് മീ ഇൻ ദ കാറ്റഗറി ഓഫ് എ മലയാളി ഹു ഇസ് ഇൻ കേരള. ഫർദർ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് കൂട്ടാൻ പറ്റും. സോ ഇതിന്റെ മുകളിൽ എന്റെ ഐഡന്റിറ്റി എന്താണ്? ഇതിന്റെ മുകളിൽ, അപ്പൊ ഇതിന്റെ മുകളിൽ ഐഡന്റിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. ഐ എം എ സിറ്റിസൺ ഓഫ് എ ഫ്രീ കൺട്രി കോൾഡ് ഇന്ത്യ. അതാണ് എന്റെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയാൻ പറ്റുന്നത്. അതിന്റെ മുകളിൽ എന്റെ എത്നിസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ എത്നിസിറ്റി, എന്റെ ഒറിജിൻ എന്താണ്? സൗത്ത് ഏഷ്യ ആണ്. അതുകാട് മുകളിൽ പോവാണെങ്കിൽ ഐ ആം ഹ്യൂമൻ. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായിട്ട് വളരെ ഒരു നാരോ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഒരു വലിയ കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഞാനൊരു മലയാളി ആണെങ്കിൽ ഐ ആം എ ഹ്യൂമൻ ബീയിങ്. യെസ്, ഐ എം ഓൾസോ എൻ ഇന്ത്യൻ. യെസ്, ബട്ട് എ മലയാളി, നോട്ട് ഓൾ ഇന്ത്യൻസ് ആർ മലയാളീസ്, റൈറ്റ്? മോസ്റ്റ് മലയാളീസ് ആർ ഇന്ത്യൻസ്, ബട്ട് നോട്ട് ഓൾ ഇന്ത്യൻസ് ആർ മലയാളീസ്. യു ക്യാൻ സേ തമിഴ്മാരെ പറ്റി നമുക്കത് പറയാൻ പറ്റും, പഞ്ചാബികളുടെ പറ്റി അതിനെ പറയാൻ പറ്റും. സോ ദീസ് ആർ നാരോ കാറ്റഗറീസ്. പക്ഷെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവുന്നത്? a lot of people are Indians. A person who is in Odisha or a person in Gujarat, അവരും ഇന്ത്യൻസ് തന്നെയാണ്. സോ ദാറ്റ് ഇസ് എ ബ്രോഡ് കാറ്റഗറി. അങ്ങനെ തന്നെ നിങ്ങൾ സൗത്ത് ഏഷ്യൻ എന്ന് നമ്മൾ പേര് യൂസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഐ എം എ സൗത്ത് ഏഷ്യൻ. ഒരു പാകിസ്ഥാനിയും സൗത്ത് ഏഷ്യൻ ആണ്, ഒരു ശ്രീലങ്കനും സൗത്ത് ഏഷ്യൻ ആണ്, ഒരു ബംഗ്ലാദേശിയും സൗത്ത് ഏഷ്യൻ ആണ്. സോ ദാറ്റ് ഇസ് എ ബിഗർ കാറ്റഗറി. അപ്പൊ നമ്മൾ കാണാൻ പോകേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ലിവിങ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മളൊരു വളരെ നാരോ കാറ്റഗറിയിൽ നിന്ന് നമ്മളൊരു ബ്രോഡ് കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത് താഴെ തുടങ്ങുന്നത് എന്താണ്? ഏറ്റവും ചെറിയ കാറ്റഗറി ഏതാണ്? സ്പീഷീസ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഏറ്റവും മുകളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ടാക്സോണമി എന്താണ്? ദി ബ്രാഞ്ച് ഓഫ് സയൻസ് കൺസേൺഡ് വിത്ത് കമ്പയറിംഗ് organism characteristics, identifying similarities and differences, classifying them into groups and assigning scientific names. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഓർഗനിസംസിനെ കമ്പയർ ചെയ്യുക പരസ്പരം. ഏത് കാര്യങ്ങളാണ് അവർക്ക് കോമണിലുള്ളത്, ഏത് കാര്യങ്ങളാണ് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളത്, ആ ഡിഫറൻസസും ആ കോമണാലിറ്റീസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ കാറ്റഗറിയിൽ ഈ ആനിമൽസിനെ ഇടാൻ പോണത്. ആൻഡ് അവർക്ക് ഒരു ശാസ്ത്രീയമായ പേര് നമ്മൾ കൊടുക്കാൻ പോണത്. സോ ഈ സ്പീഷീസ് കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത്, റൈറ്റ്? ഇതാണ് ഏറ്റവും നാരോ കാറ്റഗറി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു സ്പീഷീസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗനിസംസ് ദാറ്റ് ക്യാൻ നാച്ചുറലി mate and produce fertile offspring. So in simple terms, if you take a random person from India
and you take a random person from Greenland, or you take a random person from Japan or Africa, all of these individuals, if they want to, അവർക്ക് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. They can marry, they can have children. ആ പിള്ളേർ പെർഫെക്റ്റ്ലി നോർമൽ ഹ്യൂമൻ ചിൽഡ്രൻ ആവും who can have offspring. That means that all these people, Africans, Indians, Americans, Japanese, Chinese, ഇവരൊക്കെ എന്താണ്, അവരൊരു സിംഗിൾ ഹ്യൂമൻ സ്പീഷീസിന്റെ പാർട്ടാണ്. They form a single species. കാരണം എന്താണ്, they pass this test. A group of organisms that can naturally mate and reproduce with fertile offspring. എന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളും ഫെർട്ടൈൽ ആവും, അവർക്കും വേണമെങ്കിൽ കുട്ടികൾ ഉണ്ടാവാം. So a human on earth can mate with any other human of the opposite gender anywhere on earth and have healthy normal children. So we are all belonging to one species. ഏതാണത്? The human species, Homo sapiens. അങ്ങനെ തന്നെ dogs, a breed of dog can interbreed with any other breed of dog and still produce healthy dogs, right? പക്ഷേ ഒരു ഡോഗിനെ ഒരു കാറ്റിന്റെ കൂടെ ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. They will not be able to produce offspring. അങ്ങനെ തന്നെ tigers cannot have offspring with wolves or elephants or any other animal. Why? They are too different. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും സ്മോൾ ഏറ്റവും ചെറിയ ക്ലാസിഫിക്കേഷൻ എന്താണ്? The concept of species, a group of organisms that can naturally mate and reproduce with fertile offspring. അപ്പോൾ ഹ്യൂമൻസ് ഒരു സ്പീഷീസ് ആണ്, ടൈഗേഴ്സ് ഒരു സ്പീഷീസ് ആണ്, ഡോഗ്സ് ഒരു സ്പീഷീസ് ആണ്. ഇതിന്റെ നമ്മൾ വൺ ലെവൽ മുകളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇതൊരു നാരോ കാറ്റഗറി ആയിരുന്നു, നമ്മൾ കുറച്ചുകൂടി ബ്രോഡ് ആവാൻ പോവാണ്. സോ ഇൻ ദി ടാക്സോണമിക് ഹയറാർക്കി, നമ്മൾ ഈ താഴെ മുകളിൽ പോകുമ്പോൾ organisms are being arranged in levels called taxa, മൂവിങ് ഫ്രോം ദി ബ്രോഡസ്റ്റ് ഗ്രൂപ്പ് ടു ദി മോസ്റ്റ് സ്പെസിഫിക്. ഏറ്റവും വലിയ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ കുറച്ചായിട്ട് ഏറ്റവും ചെറിയ കാറ്റഗറിയിലേക്കാണ് പോണത്. അപ്പോൾ ഈ ഏറ്റവും മുകളിലത്തെ കാറ്റഗറി നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് കിങ്ഡമിലാണ്, പക്ഷെ അതിന്റെ മുകളിൽ കാറ്റഗറി ഉണ്ട്, ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഫ്രം കിങ്ഡം. അതിന്റെ താഴെയാണ് ഫൈലം, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡിവിഷൻ എന്ന് പറയും. അതിന്റെ താഴെയാണ് ക്ലാസ്, അതിന്റെ താഴെയാണ് ഓർഡർ, ദെൻ ഫാമിലി, ദെൻ ജീനസ് ആൻഡ് ദെൻ സ്പീഷീസ്. അപ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ. ഈ ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും താഴത്തെ ലെവലാണ് നമ്മൾ നോക്കാൻ പോണത്. ഏത്? ജീനസ് ആൻഡ് സ്പീഷീസ്. സോ ജീനസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വെരി ക്ലോസ്ലി റിലേറ്റഡ് ഓർഗനിസംസ്, റൈറ്റ്? ദീസ് ഓർഗനിസംസ് ആർ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഈ ഗ്രൂപ്പ്സ് നോർമലി പരസ്പരം ഇന്റർബ്രീഡ് ചെയ്യാറില്ല, പക്ഷെ അവർ റിലേറ്റഡ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർക്ക് പരസ്പരം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ സർനെയിം ഫോർ സ്പീഷീസ്. അപ്പോൾ നമ്മൾ ചില സർനെയിംസ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇഫ് ടു പീപ്പിൾ ഹാവ് ദ സെയിം സർനെയിം, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ക്ലിയർ ആണ്, രണ്ടാൾക്കാർക്ക് സെയിം സർനെയിം ഉണ്ടെങ്കിൽ അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ദേ കം ഫ്രം ദ സെയിം ഫാമിലി, സം ടൈം ഇൻ ദ പാസ്റ്റ്. അങ്ങനെ തന്നെ നമ്മൾക്ക് ഈ ജീനസ് എന്ന് പറയുന്നത് സർനെയിം ആയിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റും. സോ ഒരു എക്സാമ്പിൾ എന്താണ്? നമ്മളുടെ പാൻതെറ ജീനസ് ഒരു നല്ല എക്സാമ്പിൾ ആണ് ഇതിന്റെ. ഈ ജീനസിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ആനിമൽസ് ഉണ്ട്. സ്നോ ലെപ്പേർഡ്സ് ഉണ്ട്, ടൈഗേഴ്സ് ഉണ്ട്, ലെപ്പേർഡ്സ് ഉണ്ട്, ജാഗ്വാർ ഉണ്ട്, ലയൺസ് ഉണ്ട്. ഈ ആനിമൽസ് ഒന്നും നോർമൽ കേസസിൽ പരസ്പരം ബ്രീഡ് ചെയ്യാറില്ല. ഇവർ പരസ്പരം അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇവർ ബ്രീഡ് ചെയ്യാണെങ്കിലും ഇവരുടെ ഓഫ് സ്പ്രിങ് ഹെൽത്തി ആവില്ല അത്രേ. They will not be able to breed themselves. അപ്പോൾ they are different enough to be in different species. പക്ഷേ ഇവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് സിമിലാരിറ്റീസ് ഉണ്ടെന്ന്. So that similarity means they belong to a related group of species. അതിനെ നമ്മൾ എന്താ പറയാ? ഒരു ജീനസ് എന്നാണ് പറയാ. That is Panthera. Now നമ്മൾ മുകളിലേക്ക് പോകണം, ഒരു ലെവൽ ഇനി മുകളിലേക്ക് പോവാണെങ്കിൽ we see family. അപ്പോൾ ഫാമിലി എന്താണ്? It is a level that sits between a genus and an order of organisms. Organisms within the same taxonomic family are more closely related to each other than they are to families within the same order. എന്ന് വെച്ചാൽ, so we have looked at genus Panthera. പക്ഷേ ഈ പാൻതെറയുടെ പുറത്തും വേറെ കാറ്റ്സ് ഉണ്ട്. ഈ കാറ്റ്സ്, പൂച്ചകളിൽ നോൺ പാൻതെറ കാറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. So this is a group of South American cats: Margay, Joffrey's cat, Jaguarundi, Onkilla, Ocelot, Pampas cat, Andean mountain cat. ഇവരൊക്കെ പരസ്പരം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഈ കാറ്റ്സ് ഒക്കെ, ഈ ചെറിയ പൂച്ചകളൊക്കെ പരസ്പരം റിലേറ്റഡ് ആണ്.
പക്ഷെ ഇവര് നമ്മളുടെ പാൻസറെ കൂടെ അത്ര ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് അവർക്ക് ഇല്ല. അവർ പൂച്ചകളാണെങ്കിലും നമ്മളുടെ ബിഗ് കാറ്റ്സ് എന്ന് വെച്ചാൽ ടൈഗേഴ്സ് അല്ലെങ്കിൽ ലയൺസിന് കൂടെ അവർ റിലേറ്റഡ് അല്ല. പക്ഷെ അവർ അപ്പോഴും അവര് കാറ്റ്സ് തന്നെയാണ്, പൂച്ചകൾ തന്നെയാണ്, ആ വർഗത്തിലത്തെ ആണ്. സോ കളക്റ്റീവായിട്ട് ഇവർക്ക് നമ്മളൊരു പേരുണ്ടാക്കി, ദാറ്റ് ഈസ് ദ ഫീലിഡേ ഫാമിലി ഫീലിഡേ. അപ്പോൾ നമ്മളുടെ പാൻസറ കാറ്റ്സും ചെറിയ കാറ്റ്സും ഇവരൊക്കെ ഈ ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്താണ്? ദിസ് ഇസ് ദ ഫാമിലി ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. നൗ ഇതിന്റെ മുകളിൽ നമ്മൾ ലെവൽ പോവാണ്. അടുത്താണ് ഓർഡർ. സോ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ് which are grouped together because they share a set of distinctive morphological, physiological and genetic characteristics. So they are more closely related to each other than they are to organisms in other orders within the same class. അതിന്റെ അർത്ഥം എന്താ? If you look at Felidae, right? അതൊരു ഗ്രൂപ്പാണ്. അങ്ങനെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ കെനിഡേ എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്തൊക്കെയാ വരുന്നത്? വുൾഫ്സ്, ഡോഗ്സ്, ജാക്കിൾസ്, ഫോക്സസ്, വൈൽഡ് ഹണ്ടിങ് ഡോഗ്സ്, നമ്മളുടെ ഇന്ത്യൻ ഡോൾ, ഗോൾഡൻ ജാക്കിൾസ്, ഇവരൊക്കെ വരുന്നത് ഒരു വേറെ ഗ്രൂപ്പിലാണ്. ദേ ആർ കോൾഡ് ദ കെനിഡേ. എന്താ പറയാ അവരെ? നമ്മൾ കെനിഡേ എന്നാണ് പറയാ. അപ്പോ ഈ കെനിഡയും ഫീലിഡയും പരസ്പരം റിലേറ്റഡ് ആണ്. പക്ഷെ ഇവരുടെ കോമൺ ആൻസെസ്റ്റർ വളരെ മുമ്പാണ് ജീവിച്ചിരുന്നിട്ടുള്ളത്. ആ ഒരു കോമൺ ആൻസെസ്റ്ററിന്നാണ് ഈ രണ്ട് ഗ്രൂപ്പ്സും പുറത്തേക്ക് വന്ന് നോക്കുന്നത്. സോ ആ ഒരു വലിയ ഗ്രൂപ്പ്, ഈ ഫീലിഡയും കെനിഡയും ഗ്രൂപ്പ് ബിലോങ് ചെയ്യുന്നത് ഒരു വേറെ ഗ്രൂപ്പിലേക്കാണ്. അതിനെ നമ്മൾ ഓർഡർ എന്നാണ് പറയാ. ആ ഓർഡറുടെ പേരെന്താണ്? കാർനിവറ. സോ ദിസ് ഈസ് ഓർഡർ കാർനിവറ. ഇതിൽ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മളുടെ ബെയർസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഹൈനാസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, മോങ്കൂസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടേഴ്സ്, നമ്മളുടെ വാൾറസസ്, ഇവരൊക്കെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് വിച്ച് കം അണ്ടർ ഓർഡർ കാർനിവറ. അപ്പോ ഒരു ഒരു ജീനസിന്റെ ഉള്ളിൽ എന്താ നമ്മൾ കാണുന്നത്? നമ്മൾ സ്പീഷീസ് ആണ് കാണുന്നത്. ഒരു ഓർഡറുടെ ഉള്ളിൽ എന്താ കാണുന്നത്? നമ്മൾ ഡിഫറെന്റ് ഫാമിലീസ് ആണ് നമ്മൾ അതിൽ കാണുന്നത്. ഇത് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ എന്താ ചെയ്തേ? ഏറ്റവും ചെറിയ കാറ്റഗറി നമ്മൾ വലിയ കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത കാറ്റഗറി എന്താണ് ഇനി? ക്ലാസ് ആണ് അടുത്ത കാറ്റഗറി. ഇറ്റ് ഈസ് എ മേജർ ഗ്രൂപ്പ് ഓഫ് ഓർഗനിസംസ് ഫോംഡ് ബൈ കമ്പൈനിങ് റിലേറ്റഡ് ഓർഡേഴ്സ്. The organisms in a class have numerous key physical and genetic features which are not found in other classes. എന്ന് വെച്ചാൽ all members of a class evolved from a single common ancestor. So ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. നമ്മൾക്ക് ഇവിടെ കാങ്കറൂസ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, ഡിയർ ഉണ്ട്, നമ്മളുടെ ഹെഡ്ജ് ഹോഗ് ഉണ്ട്, മൈസ്, റക്കൂൺസ്. വളരെ വളരെ ഡിഫറെന്റ് ആനിമൽസ് ആണ് ഇവരൊക്കെ. പക്ഷെ ഇവർക്ക് സാമ്യതകൾ എന്താ ഉള്ളത്? വാട്ട് ഡു ദേ ഹാവ് ഇൻ കോമൺ? ദേ ഓൾ ഹാവ് ഹെയർ ഓൺ ദെയർ ബോഡി. എന്തെങ്കിലും, അല്ലെങ്കിൽ ദേ ഡിഡ് ഹാവ് ഹെയർ ഓൺ ദെയർ ബോഡി. ഇപ്പൊ ഇല്ല, പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നു. ദേ ഓൾ ഗിവ് ബർത്ത് ടു യങ്. എന്ന് വെച്ചാൽ അവർ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ. അവരെല്ലാവരും കുട്ടികളെ പാല് കൊടുക്കുന്നുണ്ട് അവരുടെ ചെറുപ്പത്തില്. ദേ ഓൾ ഗിവ് മിൽക്ക് ടു ദെയർ ചിൽഡ്രൻ വെൻ ദേ ആർ യങ്. സോ ഈ പ്രോപ്പർട്ടീസ് ഇവർക്ക് പരസ്പരം കോമൺ ആണ്. സോ ദേ ബിലോങ് ടു ദ സെയിം ക്ലാസ്. അത് ഏത് ക്ലാസ് ആണ്? ക്ലാസ് മാമലിയ. മാമൽസിന്റെ ക്ലാസ്സിലാണ് ഇവരൊക്കെ ബിലോങ് ചെയ്യുന്നത്. ഈവൻ ദോ ദേ ബിലോങ് ടു ഡിഫറെന്റ് ഓർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ എലിഫന്റ് എന്ന് പറയുന്നത് പ്രൊബോസിഡിയ എന്നൊരു ഓർഡറിലാണ് അത് ബിലോങ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ആർമഡിലോ ആണ്. ഇതിന്റെ ഓർഡർ ആണ് സീനാർത്ര. ഇത് നമ്മളുടെ മാർസൂപ്പിയൽ ആണ്. ഇത് നമ്മളുടെ സെർവിഡേ ഗ്രൂപ്പിലത്തെ ഒരു ആനിമൽ ആണ്. അപ്പോൾ ഇവർ ഡിഫറെന്റ് നമ്മളുടെ ഓർഡേഴ്സിലത്തെ ആണ്. പക്ഷെ ഇവരൊക്കെ ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നത്? മാമൽ ക്ലാസ്സിലാണ് ഇവരൊക്കെ ബിലോങ് ചെയ്യുന്നത്. കാരണം ഇത്ര ഡിഫറൻസസ് ഉണ്ടായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള സിമിലാരിറ്റീസ് അവർക്ക് ഉണ്ട്. അടുത്ത ലെവൽ എന്താണ്? ഫൈലം. അപ്പൊ ഫൈലം എന്താണ്? വെൻ ദേ ഹാവ് ദ സെയിം ജനറൽ മോർഫോളജിക്കൽ മോഡൽ, ആർക്കിടെക്ചറൽ മോഡൽ. അതിനർത്ഥം എന്താ? അവരുടെ ഓവറോൾ ബോഡി പ്ലാൻ സെയിം ആണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഒരു ഒട്ടക പക്ഷി, ഒരു മനുഷ്യനും ഒരു ഫിഷും നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ആർ വെരി വെരി ഡിഫറെന്റ് ക്രീച്ചേഴ്സ് അല്ലെ? അവരുടെ ലൈഫ് സ്റ്റൈൽസ് ഡിഫറെന്റ് ആണ്, ഫിസിക്കൽ ഷേപ്പ് ഡിഫറെന്റ് ആണ്. പക്ഷെ അത് ഉണ്ടായിട്ട് വരെ ദേ ഹാവ് സിമിലാരിറ്റീസ്. ഓൾ ഓഫ് ദീസ് ക്രീച്ചേഴ്സ് ഹാവ് എ ബ്രെയിൻ. ആ ബ്രെയിൻ ഒരു സ്കളിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലെ? ഒരു സ്കളിനുള്ളിലാണ് ഈ ബ്രെയിൻ ഇരിക്കുന്നത്. ഹ്യൂമൻസിനും ഒട്ടകപക്ഷിക്കും ഫിഷിനും എന്താണ്? ഒരു സ്പൈൻ ഉണ്ട്. അവർക്കൊരു വെർട്ടിബ്രൽ കോളം അവർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബോഡി പ്ലാൻ അവരൊക്കെ സെയിം ആണ്. സോ ഓൾ ഓഫ് ദീസ് ഫീച്ചേഴ്സ് ബിലോങ് ടു ദ ഫൈലം കോർഡേറ്റ. എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒരു നോട്ടോകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ലൈഫിൽ ഏതെങ്കിലും സമയത്ത് ഉണ്ടാവാണ്ടിരിക്കില്ല. വിച്ച് മീൻസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ഈവൻ ദോ ദേ ബിലോങ് ടു ഡിഫറെന്റ് ക്ലാസ്സസ്, ഹ്യൂമൻസ് വേറൊരു ക്ലാസ്സിലാണ്, മാമൽ ക്ലാസ്സിലാണ്, ഫിഷ് വേറെ ക്ലാസ്സിലാണ്, ബേർഡ് വേറെ ക്ലാസ്സിലാണ്. പക്ഷെ ഓവറോൾ അവരൊക്കെ എന്താണ്? ഒരു ഫൈലമിലത്തെ മെമ്പേഴ്സ് ആണ്. ആ ഫൈലം ഏതാണ്? ഫൈലം
കോർ ഡേറ്റ. സോ ഈ ഫൈലത്തിൽ എല്ലാ ക്രീച്ചറിലും ലൈഫിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നോട്ടോകോഡ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അത് എപ്പോഴും ഉണ്ടാവണം എന്നില്ല, പക്ഷെ അവർ ലൈഫ് തുടങ്ങുമ്പോൾ വെൻ ദേ ആർ യങ് ദേ വിൽ ഹാവ് എ നോട്ടോകോഡ്. അപ്പോൾ നമ്മളിപ്പോൾ വളരെ വളരെ മുകളിൽ വന്ന് കഴിഞ്ഞു. ദിസ് ഇസ് എ വെരി ബ്രോഡ് കാറ്റഗറി. കാരണം നിങ്ങൾക്ക് കാണാം ഇതിൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓർഗനിസംസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കാരണം എന്താ, കാറ്റഗറിയുടെ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മളുടെ കിങ്ഡം. അപ്പൊ അതെന്താണ്, ദീസ് ആർ എ വാസ്റ്റ് ഗ്രൂപ്പിംഗ്, വളരെ വലിയ ഒരു ഗ്രൂപ്പാണ് ഓഫ് ഓർഗനിസംസ് that share fundamental characteristics on a large scale. These shared traits can include cell types, eukaryotic versus prokaryotic, methods of obtaining nutrition. അപ്പോൾ അവർ എന്ത് തരം സെൽസ് ആണ് അവരുടെ ബോഡിയിലുള്ളത്, അവർ എങ്ങനെയാണ് ഭക്ഷണം കണ്ടുപിടിക്കുന്നത്, ഡു ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്, സ്വന്തം ഭക്ഷണം തന്നെ ഉണ്ടാക്കലാണോ അതോ വേറെ ഭക്ഷണം എടുക്കുന്നതാണോ, ആൻഡ് ജനറൽ ബോഡി പ്ലാൻസ് ഓർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിംഗിൾ സെൽഡ് വേഴ്സസ് multicellular organisms with complex tissues. So kingdom Animalia. A kingdom is a vast grouping of organisms that share fundamental characteristics on a very large scale. These shared traits can be cell types, etc. So kingdom Animalia ഇവരൊക്കെ വരുന്നുണ്ട്. We have organisms like starfish, sponges. ഇതൊരു cephalopod ആണ്, നമ്മളുടെ സ്ക്വിഡ് പോലത്തെ ഒരു ആനിമൽ ആണത്. We have insects, we have fish, we have tardigrades. ഇവരൊക്കെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, ബട്ട് ദേ ഓൾ ബിലോങ് ടു ദ സെയിം കിങ്ഡം ആനിമേലിയ. അപ്പോൾ ഡെഫിനിഷൻ എന്താണ്? ആൻ ആനിമൽ ഈസ് എനി മൾട്ടിസെല്ലുലർ ഓർഗനിസം ദാറ്റ് ഈസ് ഹെറ്ററോട്രോഫിക് ആൻഡ് അറൈസസ് ഫ്രോം ആൻ എംബ്രിയോണിക് സ്റ്റേജ്. എന്ന് വെച്ചാൽ ഈ ക്രീച്ചർ ഡെവലപ്പ് ആവുമ്പോൾ ഒരു എംബ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് ഡെവലപ്പ് ആയിട്ട് അവിടെ നിന്നാണിത് ഡെവലപ്പ് ആവണത്. ഈ പ്രോപ്പർട്ടി കോമൺ ഉള്ള എല്ലാ ഓർഗനിസത്തിനും നമ്മൾ എന്താ പേര് കൊടുക്കുക? ആനിമൽ എന്ന പേരാണ് നമ്മൾ അതിനെ കൊടുക്കാൻ പോകുന്നത് സയന്റിഫിക്കലി. അടുത്ത കിങ്ഡം ഏതാണ്? നമ്മളുടെ കിങ്ഡം ഓഫ് പ്രോട്ടിസ്റ്റ് ഓർ മോണറൻസ്. അപ്പോൾ കിങ്ഡം ആനിമേലിയ ഏറ്റവും കൂടുതൽ റിലേറ്റ് ആയിട്ടുള്ള കിങ്ഡം ഏതാണ്? നമ്മളുടെ ഈ മോണറ കിങ്ഡം ആണ്. സോ ദീസ് ആർ യൂകാരിയോട്ടിക് സെൽസ്. എന്ന് വെച്ചാൽ സിംഗിൾ സെൽഡ് ഓർഗനിസംസ് ആണ് നോർമലി സിംഗിൾ സെൽഡ് ആണ്, അവർക്ക് ന്യൂക്ലിയസ് ഉള്ള സെൽസ് ആണുള്ളത്. സം ആർ മൾട്ടി സെല്ലുലർ. അപ്പൊ കെൽപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു തരം എന്താ പറയാ, ഒരു സീല് കിട്ടുന്ന തരം പ്ലാന്റ് ആണത്. സോ ദാറ്റ് ഇസ് മൾട്ടി സെല്ലുലർ. They do not have an embryonic stage. They are our closest relatives at this level. അടുത്തതാണ് കിങ്ഡം ഫംഗൈ. അപ്പോ they form the next group from protists. ഇവരുടെ സെൽ വാളിൽ കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് നിങ്ങൾ കാണുന്നത്. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഹെറ്ററോട്രോഫിക് ഓർ സാപ്രോഫിറ്റിക് ഇൻ ന്യൂട്രീഷൻ. എന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവർ സാപ്രോഫിറ്റിക് ആണ്, എന്ന് വെച്ചാൽ റോട്ട് ആവുന്നത്, ഡിക്കേ ആവുന്ന സാധനങ്ങളുടെ ഉള്ളിന്ന് ഊർജ്ജമാണ് ഇവർ എടുക്കാൻ പോണത്. സോ ദീസ് ആർ കിങ്ഡം ഫഞ്ചൈ. ലാസ്റ്റ് എന്താണ്? കിങ്ഡം പ്ലാന്റേ. ദേ ആർ ദി ഔട്ടർ മോസ്റ്റ് ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ നമ്മളുടെ ആനിമൽ കിങ്ഡമിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ട് റിലേഷൻ ഉള്ളതാണ് ഇവര്. ദേ യൂസ് ഫോട്ടോസിന്തസിസ് ഓർ ദേ യൂസ് ടു ഡു ഫോട്ടോസിന്തസിസ് ആൻഡ് കണ്ടെയ്ൻ ക്ലോറോഫിൽ ആൻഡ് സെല്ലുലോസ് ആസ് എ സ്ട്രക്ചറൽ മെറ്റീരിയൽ. അപ്പോൾ this contains algae, this contains നമ്മളുടെ ferns, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, കോണിഫേഴ്സ്, ഇവരൊക്കെ വരുന്നത് കിങ്ഡം പ്ലാന്റയുടെ ഉള്ളിലാണ്. ലാസ്റ്റ് ആണ് നമ്മളുടെ ഡൊമെയിൻ. അതെന്താണ്? ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളുടെ ഈ ഓൾ ഓഫ് ദീസ് ഗ്രൂപ്പ്സ്, നമ്മളുടെ ഓർഡേഴ്സ്, ക്ലാസ്സസ്, ഫൈല, ഇതൊക്കെ കൂടിയിട്ട് നമ്മളുടെ കിങ്ഡംസ് വരെ കൂടിയിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. സോ അവർ പ്രത്യേകത എന്താണ്? They are the ultimate group. They contain all phyla. ഉള്ള ഫൈലകളൊക്കെ ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, ആൻഡ് ലോവർ ഗ്രൂപ്പിംഗ്സ് വിച്ച് ആർ യുണൈറ്റഡ് ബൈ സംതിങ് വെരി ബേസിൽ, വളരെ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ ആയിട്ടുള്ളതാണ്. സോ ദിസ് ഇസ് ദി ഹയറാർക്കി ഇൻ വിച്ച് വി ഗോ. ലൈഫിൽ ഡൊമെയിൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. സോ ദിസ് ഇസ് ദ ട്രീ ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ ബിലോങ് ചെയ്യുന്നത്, ഹ്യൂമൻ ബിലോങ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പിലാണ്, നമ്മളുടെ യൂകാരിയോട്ട. ഇതിനുള്ളിലാണ് പ്ലാന്റ്സ്, ഫംഗൈ, ആനിമൽസ് ഒക്കെ വരുന്നത്. ബാക്ടീരിയ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ദിസ് ഇസ് ദ ബാക്ടീരിയ ഡൊമെയിൻ. ആൻഡ് ഇവരുടെ മിഡിൽ ഒരു വേറെ ഡൊമെയിൻ ഉണ്ട്, നോൺ ആസ് ദി ആർക്കിയ ഡൊമെയിൻ. സോ വിയർഡ്ലി നമ്മൾ കൂടുതൽ സമയത്ത് ആരുടെ കൂടെ ഉള്ളത്? വി ആർ ആക്ച്വലി ക്ലോസർ ടു ആർക്കിയ ദാൻ വി ആർ ടു ബാക്ടീരിയ. ദാറ്റ് ഇസ് ദി ഇൻട്രസ്റ്റിംഗ് തിങ്. സോ ഇതാണ് നമ്മളുടെ ഡൊമെയിൻ യൂകാരിയ, ടു വിച്ച് ഹ്യൂമൻസ് ബിലോങ്, ഫംഗൈ, ഇൻസെക്ട്സ് ഒക്കെ. കാരണം എന്താ? നമ്മളുടെ സെൽസിൽ ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ ഫംഗസ് ആണെങ്കിലും ഒരു ചിമ്പാൻസി ആണെങ്കിലും ഒരു വോൾവോക്സ് ആണെങ്കിലും നമ്മളുടെ ഒക്കെ സെൽസിൽ എന്താണുള്ളത്? ന്യൂക്ലിയായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റില് നമ്മൾക്കൊരു നെമോണിക് പഠിക്കാം ടു റിമെമ്പർ ദി ഓർഡർ ഇൻ വിച്ച് ദീസ് തിങ്സ് ഹാപ്പൻ. നമ്മൾക്ക് എന്തൊക്കെയാ ഉള്ളത്?
domain, kingdom, phylum, class, order, family, genus, species. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ സിമ്പിൾ mnemonic ഉണ്ട്. Dear King Philip came over from Great Spain. So I hope that you have learned something new today, and we will be continuing to look at more topics like this. Thank you for joining me.